കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് BJP ഒരു വലിയ തോതിലുള്ള അട്ടിമറി വിജയം നേടിയിരിക്കുന്നു. അതും 4 പഞ്ചായത്തുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 4ലും BJP വിജയിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതിന് മുന്നേ 2 പഞ്ചായത്തുകൾ കോൺഗ്രസിൻ്റെ കൈവശമായിരുന്നു. 2ഇടത്തായിരുന്നു BJP വിജയിച്ചതെങ്കിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ 4ൽ 4ഉം BJP നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. കോൺഗ്രസിന് ഒരു സ്ഥലവും വിജയിക്കാൻ സാധിച്ചില്ല. അതിൽ 76 സീറ്റുകളിൽ 48 സീറ്റുകളും BJP വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം, കോൺഗ്രസ് ഭരിക്കുന്ന ഒരിടത്താണ് ഈ ഒരു വിജയം BJP നേടിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് മറ്റെവിടെയുമല്ല, കർണാടകയിലാണ് ഇപ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJP ഈ ഒരു വിജയ നേട്ടം കൈവരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ബാലറ്റ് പേപ്പറിലും കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസിന് ഇതുപോലുള്ളൊരു തോൽവി വഴങ്ങേണ്ടി വന്നത്. BJPക്ക് ഈ ഒരു വിജയ നേട്ടം കൈവരിക്കാൻ സാധിച്ചതും. വിശദമായി പറയുകയാണെങ്കിൽ, കർണാടക സർക്കാരിന് മറ്റൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് നടന്ന ദക്ഷിണ കന്നഡ, ഉത്തര കന്നഡ, ബാംഗ്ലൂർ റൂറൽ എന്നീ തീരദേശ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന 4 ടൗൺ പഞ്ചായത്തുകളും ഇപ്പോൾ BJP പാർട്ടി നേടിയിരിക്കുകയാണ്. ഈ 4 ടൗൺ പഞ്ചായത്തുകളിൽ 2 മുമ്പ് ഭരിച്ചിരുന്നത് ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ആയിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ കോൺഗ്രസിന് 2 നഷ്ടപ്പെട്ട് BJPയിലേക്ക് 4 സ്ഥലങ്ങളും കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതായത് 4 ടൗൺ പഞ്ചായത്തുകളിലുമായിട്ട് 76 വാർഡുകളാണ് ടോട്ടലായിട്ടുള്ളത്. ഈ 76 വാർഡുകളിൽ 48 എണ്ണവും BJP നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. 76 സീറ്റിൽ 48 എണ്ണവും BJP നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ദക്ഷിണ കന്നഡയിൽ 2 ടൗൺ പഞ്ചായത്തുകളും ഉത്തര കന്നഡയിലും ബാംഗ്ലൂർ റൂറലിലും ഓരോ ടൗൺ പഞ്ചായത്തും BJP നേടിയപ്പോൾ അത്ഭുതകരമായിട്ടുള്ള വിജയമാണ് പാർട്ടിയുടെ ഈ ഒരു നേട്ടമെന്ന് പറയുന്നത്. കർണാടകയിലെ ഒരു മന്ത്രി പ്രതിനിധീകരിക്കുന്ന ഫട്കലിൽ പോലും വോട്ടർമാർ ഭരണകക്ഷിയെ എല്ലാ രീതിയിലും നിർണായകമായി നിരസിച്ചു എന്നുള്ള കാര്യവും ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇത് സംസ്ഥാനത്തുടനീളമുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന് അടിവരയിടുന്നു എന്നും BJP പറയുകയുണ്ടായി. ദക്ഷിണ കന്നഡയിലെ ബാജ്പേയ് ടൗൺ പഞ്ചായത്തിലെ 19 വാർഡുകളിൽ 11 എണ്ണം BJP നേടി. കോൺഗ്രസിൻ്റെ എണ്ണം 4 വാർഡുകളായി കുറഞ്ഞുപോയി. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ 3 വാർഡുകൾ നേടി. 2021 ഏപ്രിലിൽ ബാജ്പേയ് മാൽവൂർ ഗ്രാമപഞ്ചായത്തുകൾ ലയിപ്പിച്ച് രൂപീകരിച്ച ബാജ്പേയ് ടൗൺ പഞ്ചായത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മറ്റൊരു വാർഡ് നേടുകയുണ്ടായി. ദക്ഷിണ കന്നഡയിലെ കിന്നിഗോളി ടൗൺ പഞ്ചായത്തിൽ 18 വാർഡുകളിൽ 10 എണ്ണം BJP നേടുകയായിരുന്നു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകൾ ഉൾപ്പെടെ 8 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയെടുത്തത്. ഉത്തര കന്നഡയിലെ മാങ്കിയിൽ 20 വാർഡുകളിൽ 12 എണ്ണം BJP നേടി. ബാക്കിയുള്ളവ കോൺഗ്രസിനാണ് ലഭിച്ചത്. ബാംഗ്ലൂരുവിലെ 5 നഗര മുനിസിപ്പൽ കോർപ്പറേഷനുകളിലായി BJP വിജയം കണ്ടു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ബാംഗ്ലൂർ റൂറൽ, കൊടബല്ലാപുര ടൗൺ പഞ്ചായത്ത്, റായ്ചൂരിലെ തുർവിഹാൾ ടൗൺ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലും BJP വിജയം നേടുകയായിരുന്നു. രാജ്യത്തുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയക്കുതിപ്പ് തുടരുന്നു എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബാലറ്റ് പേപ്പറിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് പോലും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന് ഇതുപോലുള്ള ഒരു തോൽവി വഴങ്ങേണ്ടി വന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.